നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കഥാപാത്രവും ഡിഫറെൻ്റാണ്. ഇപ്പോൾ പോലീസുകാരനാണ്, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസിലെ പോലീസുകാരനായിരിക്കില്ല ഫയർമാനിൻ്റെ പോലീസുകാരൻ. പോലീസാണ് അയാളുടെ ജോലി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ആ കഥാപാത്രങ്ങളിൽ ഉണ്ടാകുന്നു. ഞാൻ സമീപിക്കാറ് അങ്ങനെയാണ്, അല്ലാതെ പോലീസ് വേഷമാണ് അതുകൊണ്ട് ചെയ്യില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച ഒരു മണ്ടത്തരമാണ്. ഓരോ പോലീസ് കഥാപാത്രത്തിനും താത്വിക അവലോകനം എന്ന് പറഞ്ഞൊരു പോലീസ് ഒരു ക്യാരക്ടറുണ്ട്, ഫയർമാനിലൊരു പോലീസ് ക്യാരക്ടറുണ്ട്, മെമ്മറീസിലൊരു പോലീസ് ക്യാരക്ടറുണ്ട്, ഒപ്പത്തിലൊരു പോലീസ് ക്യാരക്ടറുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോലീസ് ക്യാരക്ടറുണ്ട്. പക്ഷേ ഈ ഓരോ പോലീസ് കഥാപാത്രത്തിനും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് വ്യത്യസ്തത ഉണ്ടാകും. അവർ വളർന്നു വരുന്ന രീതി, ജീവിത സാഹചര്യങ്ങൾ, കഥയിലെ സാഹചര്യങ്ങൾ, കഥയിൽ അത് പ്ലേസ് ചെയ്യുന്ന രീതി, ഇത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ പോലീസ് ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ളൂ. പിന്നെ ആസ് ഫാർ ആസ് ഏതൊരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോ റീൽസിലോ നാടകത്തിലോ സ്റ്റേജ് പ്രോഗ്രാമിൽ വിളിക്കുമ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മുടെ കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. അതർ ദാൻ പാസിംഗ് ഷോട്ട്, അത് ഒരു പാസിംഗ് ഷോട്ടിൽ പോലും വിസ്മയം തീർത്തിട്ടുള്ള നടന്മാരുണ്ട്, ആ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിട്ടുന്ന കഥാപാത്രം എങ്ങനെ നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ കഥാപാത്രത്തിൻ്റെ വലിപ്പച്ചെറുപ്പത്തിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്ത് എൻ്റെ കഥാപാത്രത്തിന് കുറേ കോൾസ് എനിക്ക് വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ദിവസം എവിടെയായിരുന്നു ഷൂട്ടിംഗ് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ദിവസമേ അഭിനയിച്ചിട്ടുള്ള പടത്തിനകത്ത്. പക്ഷെ സിനിമയിൽ ത്രൂ ഔട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസുകളിൽ വരുന്നൊരു കഥാപാത്രമാണ്. അതിനകത്ത് നമുക്കുള്ള കഥാപാത്രത്തിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് വലിപ്പച്ചെറുപ്പവും ഇതൊന്നും ഇതിനകത്ത് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്ത്, ഈവൻ മണി പോലും ഞാൻ എത്ര പൈസ കിട്ടുമെന്നുള്ളതൊക്കെ വരുന്നത് അവസാനമാണ്. കഥാപാത്രത്തിന് എന്ത് ചെയ്യാനുണ്ട്, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എനിക്കെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. താങ്ക് യു. അതുപോലെ ചേട്ടാ, ഒരു നടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നടിയെ സംബന്ധിച്ചോളം നടനായി നിൽക്കുക അല്ലെങ്കിൽ നടിയായി നിൽക്കുക എന്നുള്ളതാണ് അവർ പ്രയോറിറ്റി. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ സീരിയൽ നടൻ അല്ലെ സീരിയൽ നടി അല്ലെ സിനിമ നടൻ നാടക നടൻ ഇപ്പോഴും അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓരോന്നോരോ മീഡിയമാണ്, മനസ്സിലാക്കി. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞാനെന്ന് വെക്കാം, എനിക്ക് കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ പോകാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ പാസഞ്ചേഴ്സ് IAS മാത്രം ഡീസൻ്റ് ആയിട്ടുള്ള ആളുകൾ ആയിരിക്കണം എന്ന് പറയാൻ പറ്റുമില്ല. വെള്ളോടിക്കാരനുണ്ടാവും, അസുഖമായിട്ട് പോകുന്നവരുണ്ടാവും, പിള്ളേരുണ്ടാവും, പല ടൈപ്പ് പാസഞ്ചേഴ്സ് ആയിരിക്കും. കുണ്ടുകുഴിയുള്ള റോഡുണ്ടാവും, നല്ല റോഡുണ്ടാവും. എൻ്റെ ജോലി വണ്ടി ഓടിക്കലാണ്, സേഫായിട്ട് അവരെത്തിക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. സീരിയലാണ്, സിനിമയാണ്, ഷോർട്ട് ഫിലിമാണ്, തെരുവ് നാടകമാണ്, റീലാണ് എന്നൊന്നും ഞാൻ നോക്കാറില്ല. നമ്മൾ ഒരു ആസ് എൻ ആക്ടർ വി ഷുഡ് പെർഫോം എവറി റൂൾ വി ഷുഡ് ഗെറ്റ് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 2, ഇത് ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ്. സീരിയൽ കാണുന്ന ഓഡിയൻസിന് സിനിമയിലെ വലിയ നടന്മാരറിഞ്ഞൂടാ ഉണ്ടാവും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വല്ല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമയിൽ വലിയ റോൾ ചെയ്തിട്ടുള്ള ആളെ തിരിച്ചറിയത്തോലുമില്ല. മമ്മൂട്ടി, മോഹൻലാൽ ആ ശ്രേണിയല്ല ഞാൻ പറയണത്. കുറച്ചുകൂടെയൊക്കെ ക്യാരക്ടർ ആക്ടേഴ്സ് നമ്മളെ പോലെ ചെയ്യുന്നു. അതേസമയം സീരിയൽ മാത്രം കാണുന്ന ഒരാൾക്ക് സിനിമ കാണാൻ അറിയില്ല. അതുപോലെ സിനിമ മാത്രം കാണുന്ന ആൾക്ക് സീരിയൽ അറിയില്ല. നമുക്ക് തന്നെ നമ്മുടെ അഭിനയിക്കുന്ന സീരിയലിലുള്ള വേറൊരാളെ കോമ്പിനേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അറിയാൻ പറ്റില്ല. ഒരു ദിവസം ഒരു പ്രസ് മീറ്റിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ ഞാൻ അഭിനയിച്ച ഒരു പടത്തിൽ ഒരു പയ്യനെ വിളിച്ചിരുത്തി ഭയങ്കരമായിട്ട് ഒരു സംഭവം. ഞാൻ ആരാതെന്ന് ചോദിച്ചു. കാരണം സിനിമ സീരിയൽ നമ്മളെ ഒരുവിധപ്പെട്ടെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഈ പറഞ്ഞ പ്രസ് മീറ്റിലെ ചോദ്യങ്ങൾ മുഴുവൻ പയ്യനെടുത്താണ്. നമ്മളൊക്കെ ഇരിപ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അവരുടെ ഒന്നും ചോദ്യം വരുന്നില്ല, എല്ലാം പയ്യനെടുത്ത് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് ആരാ കൃഷി എന്ന് ചോദിച്ചു. പറഞ്ഞു റീൽസിലെ പുലിയാണ്. അപ്പോൾ ഈ യൂട്യൂബിൽ ചാനലിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത് മറ്റേ പുടയും ഒരു പേരുണ്ട്, മീൻകറിയും മറ്റേ അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചാനലിൻ്റെ ആളാണ്. അപ്പോൾ അതിന് ഓഡിയൻസ് ഉണ്ട്, ടിക്ടോക്കിന് ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിയൻസ് സെഗ്രിഗേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ വരിക എന്നുള്ളതാണ് ഇന്നത്തെ ഇത് വെച്ചിട്ടുള്ള ചലഞ്ചായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ പണ്ടാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി പാഷനേറ്റ് ഓഡീഷൻസ് ഒക്കെ പോയി തളർന്ന് നമ്മുടെ ജോലിയും ഉപേക്ഷിച്ച് കുടുംബത്തിലൊക്കെ സഫർ ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് റീൽസിലൂടെ കണ്ടൊരു അഭിനയിക്കാൻ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ റീൽസിൽ ഫോളോവേഴ്സ് ഉള്ളവരാണ് സിനിമയിൽ കൂടുതലും ആക്റ്റീവായിട്ടുള്ളത്. അത് ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, റീൽസിന്റെ ഫോർമാറ്റ് വെച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. മനസ്സിലായില്ലേ? റീൽസിൽ ഒരു 2-30 സെക്കൻഡിനകത്ത് അഭിനയിക്കുന്ന രീതി വെച്ചുകൊണ്ട് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ സിനിമ എന്നുള്ള മീഡിയം മനസ്സിലാക്കി അഭിനയിച്ചാൽ ഓക്കെയാണ്. നമ്മളിപ്പം സിനിമയിൽ അഭിനയിക്കുന്ന രീതി വെച്ചിട്ട് സീരിയലിൽ പോയി പണി പാടും. സീരിയൽ അഭിനയിക്കുന്ന വെച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. സ്റ്റേജിൽ മിമിക്രി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്പീഡ് പോട്ടെ
ആ പരിപാടി വെച്ചൊരു സിനിമ വന്നു കഴിഞ്ഞാൽ പണിപാടും. സിനിമ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന പരിപാടി വെച്ചിട്ട് നമ്മൾ റിയലിസ്റ്റിക് സിനിമയിൽ പോയ പണിപാടും. റിയലിസ്റ്റിക് സിനിമയുടെ അഭിനയ രീതി വേറെയാണ്. ആർട്ട് ഫിലിമിന്റെ ഓരോന്നിനും ഓരോ മീഡിയ മനസ്സിലാക്കി അഭിനയിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു.